ഓം നമോ ഭഗവതേ വാസുദേവായ. മന്ദാന്തോളിതഹേമകുണ്ടലമണിശോണപ്രഭാമണ്ഡലം കാഞ്ചീദാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലം വിപ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജമംബരനദീനാഥം രമാവല്ലഭം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ശരണം. ശ്രീ പാർത്ഥസാരഥേ നമഃ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹരി. നമ്മൾ കഴിഞ്ഞ ദിവസം 53-ാമത്തെ രണ്ടാമത്തെ അധ്യായത്തിലത്തെ 53-ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മയിൽ, അല്ലേ? അപ്പം അത്രയും ഇതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ, ഇത് കുറച്ച് കഠിനമുള്ളതാണ്. കാരണം ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. അതിലെന്താണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നത്? അർജുനനെ ഒരു പാത്രമാക്കിയിട്ട് മാത്രം അവിടെ, അല്ലേ? ഭഗവാൻ പറയാണ്, ഭോഗ ഐശ്വര്യങ്ങളിൽ പ്രസക്തരായവർ, അല്ലെങ്കിൽ അതിൽ ഭ്രമിച്ചിട്ടില്ല, അതിൽ ആസക്തരായിട്ടുള്ളവർക്ക് ഭഗവത് ഭക്തി അഥവാ യഥാർത്ഥത്തിലുള്ള ഭക്തി, ഭഗവത് പ്രാപ്തി ചെയ്യാനുള്ള, ആ ഭഗവത് സേവ ചെയ്യാനുള്ള ആ മനസ്ഥിതി ഉണ്ടാവില്ല. അത് വേണ്ട വിധം ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല. കാരണം അവരുടെ മനസ്സ് എപ്പോഴും വിഷയങ്ങളിലേക്ക് പോവും. ആ വിഷയങ്ങളിൽ എപ്പോഴും ആസക്തരായവർക്ക് ഭഗവത് ഭക്തി ചെയ്യാൻ, പൂർണ്ണ ഭക്തി ചെയ്യാൻ പ്രാപ്തരാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ, ത്രിഗുണങ്ങളിൽ 3 ഗുണങ്ങളുണ്ട്, സത്വ രജ തമോ ഗുണങ്ങൾ, അതിൽ പരിഭ്രാന്തനാവില്ല. ആ ഗുണങ്ങൾ കാരണം വരുന്ന ചില ലാഭനഷ്ടങ്ങളുണ്ടാവും. ഇപ്പം ലാഭം വരുമ്പോൾ സന്തോഷിക്കില്ല, നഷ്ടം വരുമ്പോൾ ദുഃഖിക്കില്ല. അത് കാരണം ആ ലാഭനഷ്ടങ്ങളിലും പരിഭ്രാന്തനാവില്ല. ഭഗവാൻ പറയാണ്, അതിനാൽ പാർത്ഥ, നീ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കുന്നവനാവണം. ഈ 3 ഗുണങ്ങളും എന്നെ ബാധിക്കാൻ പാടില്ല. പിന്നെ ഭഗവാൻ ഒരു ഉപമ പറയണ്ടായി. ധാരാളം വെള്ളം 4 പുറവും അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ശുദ്ധജലം, ശുദ്ധമായിട്ടുള്ള ജലം ഒരു വ്യക്തിയുടെ 4 പുറവും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ജലത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കിണറിനെ അന്വേഷിച്ച് എവിടെയും പോവാറില്ല, അല്ലേ? ആ വെള്ളം എന്താവശ്യത്തിന് വേണമെങ്കിലും അടുത്തന്നെ സമീപമാണ്. പിന്നെ എന്തിനാ ദൂരേക്ക് പോണേ? അപ്രകാരം എല്ലായിടത്തും ഭഗവത് ദർശനം, എല്ലാ ജീവജാലങ്ങളിലും എല്ലാ വസ്തുവിലും ഭഗവത് ദർശനം നേടിയിട്ടുള്ള ഒരു ബ്രഹ്മജ്ഞാനിയായ വ്യക്തിക്ക് പിന്നെ വേദത്തിലത്തെ വിധികളെ നിഷേധങ്ങളെ ഒന്നും അനുസരിക്കാൻ അത് ബാധ്യമല്ല. അതിനെ പ്രതി വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഇത് വിധിയാണ്, ഇത് നിഷേധമാണ് എന്നൊന്നുമില്ല. അപ്പം ആ വ്യക്തി എല്ലാറ്റിലും ഭഗവാനെയാണ് ദർശിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ ഒന്നും അശുഭമായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. നമുക്കത് അനുകൂലമായാൽ നമ്മൾ പറയുന്നത് ശുഭമാണ്, പ്രതികൂലമായ പറയുന്നത് അശുഭമാണ്. പക്ഷെ ഭഗവാൻ എല്ലാം ഇവിടെ ശുഭമായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം അത് കാരണം പിന്നെ കർമ്മണ്യേവാധികാരസ്ഥ എന്ന് പറയണ്ടായി. ഭഗവാൻ പറയണ, ഹേ പാർത്ഥ, നിനക്ക് ഒരു കർമ്മം ചെയ്യാൻ, അത് നിനക്ക് വിധിച്ച ഒരു കർമ്മം ചെയ്യാൻ മാത്രമാണ് അധികാരമുള്ളൂ. അതിൽ നിന്ന് ഉൽപ്പന്നമാവണ ആ കർമ്മഫലങ്ങൾ, അത് ശുഭമായിരിക്കാം, അശുഭമായിരിക്കാം, പുണ്യമായിരിക്കാം, പാപമായിരിക്കാം, അതിനെപ്പറ്റി നിനക്ക് ഉത്കണ്ഠാകുലനാവേണ്ട ആവശ്യമില്ല. ആ കർമ്മം ഞാൻ കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ കാരണം ഈ ഫലം വന്നു, ഇതിനെ പറ്റിയിട്ടും ഞാനാണ് അതിൻ്റെ കാരണക്കാരൻ എന്ന് ചിന്തിക്കാനുള്ള അധികാരവും നിനക്കില്ല എന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അതേമാതിരി എന്നാണോ ആ ബുദ്ധി, ആ വിവേകം ഈ ആസക്തിയാകണം, അല്ലെങ്കിൽ ഈ വ്യാമോഹങ്ങളാകണ ഒരു, ഇവിടെ എന്താണ് ഇപ്പോൾ ആസക്തി? ഇവിടെ ബന്ധുസ്നേഹം എന്നാണ് ഉള്ള ആസക്തിയാണ്. അതൊരു നിബിഡ വനമാണ്, അല്ലേ? നിബിഡ വനം. ആ വനത്തിനെ പിന്നിട്ട് കഴിയുമ്പോൾ പിന്നെ ശ്രുതി, ആ നിർവേദ ശ്രോതവ്യസ്യ ശ്രുതസ്യജ, ആ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള കർമ്മങ്ങളെ പറ്റിയും കർമ്മഫലങ്ങളെ പറ്റിയിട്ടും നിനക്ക് ഒട്ടും തന്നെ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല, ഭീതനാവേണ്ട ആവശ്യമില്ല. കാരണം ആ പുണ്യപാപങ്ങളെ പറ്റി ചിന്തിക്കാൻ നീ അധികാരിയല്ല എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞു.
പ്രകാരം തന്നെ 53-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? വേദങ്ങളിൽ ഇങ്ങനെ ഓരോ കർമ്മങ്ങൾക്കും ഓരോ ഫലങ്ങൾ, സ്വർഗപ്രാപ്തി, അടുത്ത ജന്മം നല്ല നല്ല കുടുംബത്തിൽ ജന്മം, ബുദ്ധിമാനാവുക, അങ്ങനെ പല നല്ല നല്ല ഗുണങ്ങളുണ്ട് അതിന് ഈ കർമ്മം ചെയ്താൽ ഇത്. പിന്നെ അതുമാതിരി പ്രായശ്ചിത്തങ്ങൾ, ഈ പാപം ചെയ്തു അപ്പോൾ അതിനുണ്ടെങ്കിൽ പ്രായശ്ചിത്തം, അങ്ങനെ പലതും ഉണ്ട്. അപ്പം അതിൻ്റെ ഒന്നും ചിന്തിക്കാൻ നിനക്ക് അതിൽ ആസക്തനും ആവേണ്ട ആവശ്യമില്ല. അപ്പം എപ്പോഴാണോ നിൻ്റെ മനസ്സ് വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല ശ്രുതിയോട് കൂടിയിട്ടുള്ള വാക്യങ്ങൾ, അതിന് വശപ്പെടാണ്ട് ആത്മസാക്ഷാത്കാരം, ഭഗവത് പ്രാപ്തിക്കായിട്ട് ഉറച്ച് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ സ്ഥിരനാകുന്നു, അപ്പോഴാണ് ആ ദിവ്യമായിട്ടുള്ള അവബോധം, ആ ബ്രഹ്മജ്ഞാനം നിനക്ക്, അതാണ് യഥാർത്ഥ ജ്ഞാനവും, അത് നിനക്ക് കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ സമാധിസ്ഥനാവുക അല്ലെങ്കിൽ സമചിത്തത എന്നൊക്കെ യോഗത്തിനെ പറ്റി നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നു. ഇതൊക്കെ കേട്ടപ്പോൾ അർജുനന് ഒരു സംശയം വന്നു. അപ്പം ആ സംശയമാണ് ഇനി 54-ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അപ്പം അർജുനൻ ചോദിക്കാണ്, അല്ലയോ കേശവ, കേശവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരമായ കേശത്തോടു കൂടിയവൻ എന്ന് വേണമെങ്കിൽ പറയാം. കേശിയെ വധിച്ചവനായിട്ടുള്ള ഭഗവാൻ കേശി എന്ന അസുരനെ വധിക്കണ്ടേ അല്ലേ? അങ്ങനെ അതിൻ്റെ ആലോചിക്കുകയാണെങ്കിൽ വേറെയും പല അർത്ഥങ്ങളും നമുക്ക് അറിവുള്ള എല്ലാവർക്കും ഒക്കെ അറിയുണ്ടാവും. അപ്പം അങ്ങനെ, അല്ലയോ കേശവ, സമാധിസ്ഥനായിട്ടുള്ള, സമാധിസ്തസ്യ സ്ഥിതപ്രജ്ഞ കാ ഭാഷ, ഒരു സമാധിസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ അത് വളരെ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തിയുടെ, സമാധിസ്ഥൻ എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ബുദ്ധി വിവേകത്തോടു കൂടിയതാണ്, ഉറച്ചതാണ്, ഇന്ദ്രിയങ്ങൾ ആ വിഷയങ്ങളിലേക്ക് ആസക്തരാവില്ല. അപ്പം ആ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ആ കൃഷ്ണാവബോധം അഥവാ ആത്മജ്ഞാനം ഉറച്ച ഒരാൾക്ക് അയാളെ എങ്ങനെ തിരിച്ചറിയാം? കാ ഭാഷ എന്ന് പറഞ്ഞാൽ ഇവിടെ പലതും നമുക്ക് പറയാം. ഒരു വ്യക്തിയെ നമ്മൾ പല രൂപത്തിലാണ് മനസ്സിലാക്കുക. പഴയ ഒരു ഭാഷയാണ്, അത് വല്ലാത്തൊരു ഭാഷ എന്ന് പറയല്ലേ. ഇത് വെറും ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മളെ വർണ്ണമാല അല്ലെങ്കിൽ സംസാര രീതി എന്ന് മാത്രമല്ല, ഭാഷ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഒന്നും അല്ല ഇവിടെ അർത്ഥം. ആളെ എങ്ങനെ മനസ്സിലാക്കും, ഓൾറൗണ്ട് എങ്ങനെ മനസ്സിലാക്കുക അല്ലേ? അപ്പം ആ വ്യക്തിയുടെ സംസാരം, പെരുമാറ്റം, യഥാ ഉച്ചതി വാച്യബാണം തഥാ കുലജാതി പ്രമാണം, കുല പ്രമാണം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ നടപ്പ്, ഇരിപ്പ്, അവരുടെ പെരുമാറ്റം കണ്ടാൽ മനസ്സിലാക്കാം ഈ വ്യക്തി സത്ത്. ഇവിടെ കുല പ്രമാണം എന്ന് പറഞ്ഞാൽ ജാതി കുലം എന്നല്ല, സത്ത് രജ തമോ ഗുണത്തിൽപ്പെട്ട ആരാണോ എന്നാണ് മനസ്സിലാക്കുക. അല്ലാണ്ട് അവരുടെ ജാതി മതത്തിൻ്റെ കാര്യം ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വ്യക്തി ഒരാളുടെ കെട്ടുമട്ടം കണ്ട സംസാരം അല്ലെങ്കിൽ പെരുമാറ്റം, വസ്ത്രധാരണം, ആദ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുന്ന രീതി, ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഈ വ്യക്തി രജോ ഗുണിയാണോ തമോ ഗുണിയാണോ സത്വഗുണിയാണോ അല്ലേ? അപ്പം അത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഈ വ്യക്തി സ്ഥിരമായിട്ടുള്ള അധിയോട് കൂടിയാണ് അഥവാ സ്ഥിതപ്രജ്ഞനാണ് എന്നെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാണ്? അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹം എങ്ങനത്തെ ഭാഷയാണ് ഉപയോഗിക്കുക. ഒരു വ്യക്തിയുടെ സംസാര ഭാഷ കേട്ടാൽ മനസ്സിലാക്കാം ഈ വ്യക്തി രജോ ഗുണിയാണോ തമോ ഗുണിയാണോ സത്വഗുണിയാണോ എന്നുള്ളത് അല്ലേ? അപ്പം അതെങ്ങനെ ആ വ്യക്തിയെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ചോദിക്കണ അർജുനൻ. അപ്പോൾ ഭഗവാൻ അതിനി ഉത്തരമായിട്ട് പറയാണ്. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടാ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. അപ്പോൾ ശ്രീ ഭഗവാൻ പറയാണ്, അർജുന, ആത്മന ഏവ തുഷ്ട. ആത്മനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയത്തിൽ, ആത്മാവിൽ അതിൽ തുഷ്ടനാവുക. എങ്ങനെ? ആത്മന, തൻ്റെ ഇവിടെ ആത്മനി എന്ന് പറഞ്ഞാൽ ആത്മാവ്, സ്വന്തം ആത്മാവ്. ആത്മനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ്. കാരണം പലയിടത്തും ഭഗവാൻ ഈ ആത്മാവിനെ മനസ്സ് രണ്ടും, കാരണം രണ്ടിൻ്റെയും വാസം ഒന്നിച്ചിട്ടാണ് അല്ലേ? അപ്പം അങ്ങനെ ആ
ആത്മാവില് സ്വയത്തില് സന്തുഷ്ടനായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിന് സന്തോഷത്തിന് പുറത്ത് ആരുടെയും ആവശ്യകതയില്ല. ഒരു യോഗിക്ക് സംതൃപ്തി നേടാൻ അല്ലെങ്കിൽ സ്വയം സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ബാക്കി സാധാരണക്കാർക്കൊക്കെ ആരെങ്കിലും ആശ്രയിക്കണം. ഇതുണ്ടെങ്കിലേ എനിക്ക് സന്തോഷം തോന്നുള്ളൂ, അതുണ്ടെങ്കിലേ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഒരു യോഗിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്ഥിതപ്രജ്ഞനായ ഒരു വ്യക്തിക്ക് അവർ ഏകാന്തതയിൽ സംതൃപ്തരാണ്, ആരുടെയും ആവശ്യകതയില്ല. സ്വ ആത്മനി, സ്വന്തം ആത്മാവില് പരിശുദ്ധ ആയിട്ടുള്ള മനസ്സാൽ തന്നെ ആ മനസ്സിനെ ആത്മാവിൽ അങ്ങോട്ട് യോജിപ്പിക്കും. അപ്പോഴാണ് സന്തുഷ്ടൻ. അതന്നെയാണ് സമാധി അവസ്ഥ. അപ്പം അങ്ങനെ അതിൽ സന്തുഷ്ടനായിട്ട് യഥാ മനോഗതാൻ സർവാൻ കാമാൻ, ആ സമയത്ത് ഏതൊരിക്കലാണോ അതിന് സാധിക്കുന്നത്, എപ്പോ എന്തിനു സാധിക്കുക, മനോഗതാൻ സാങ്കല്പികങ്ങളായിട്ടുള്ള ഈ ലോകത്തുള്ള ഈ ഇന്ദ്രിയ വിഷയങ്ങൾ മുഴുവനെ അത് സാങ്കല്പികമാണത്, സുഖമാണ് ദുഃഖമാണെന്നുള്ളത് അല്ലേ. ഇതെല്ലാം നമുക്കറിയാം. ഇത് ഈ മായ എന്ന് പറയുന്നത് വ്യാവഹാരിക സത്യമാണ്. ഇതിനെ നമുക്ക് തിരസ്കരിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരു വിഷയം അല്ലെങ്കിൽ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ഇത് ആവശ്യമുള്ളതാണ്, വ്യാവഹാരിക സത്യം തന്നെയാണ്. പക്ഷെ അത് അനശ്വരമല്ല. വിശപ്പ് മാറി വീണ്ടും വിശപ്പ് വരും. അത് കാരണം അത് അനശ്വരമല്ല, അത് നശ്വരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പം ഈ അവസ്ഥകൾ എന്തും സാരല്ല, എന്ത് കിട്ടിയാലും വിശപ്പ് അടക്കല്ലേ വേണ്ടു. അല്ല, ഇതില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാനേ പറ്റില്ല, ഇതില്ലെങ്കിൽ എനിക്ക് ഈ കാര്യം നടക്കുകയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും യോഗിക്കുണ്ടാവില്ല. ഭിക്ഷാടനം ചെയ്തിട്ട് എന്ത് കിട്ടി അവരത് ഭക്ഷിക്കും. അപ്പം അങ്ങനത്തെ ഏതവസ്ഥയിലും സന്തുഷ്ടനായിട്ട് ആവാൻ ആർക്ക് പറ്റണോ, ആ സാങ്കല്പികമായിട്ടുള്ള കാമനകളെ, ആ ഇച്ഛകളെ, ആ ആഗ്രഹങ്ങളെ പ്രജഹാതി പരിപൂർണമായിട്ട് ത്യജിക്കാൻ എപ്പോൾ സാധിക്കണു, തഥാ സ്ഥിത പ്രജ്ഞ, അപ്പോഴാണ്. അല്ലാണ്ട് ഒരാളുടെ പുറമേ നിന്ന് കണ്ടുകൊണ്ട് മാത്രം അവർ സ്ഥിതപ്രജ്ഞനാണെന്ന് പറയാൻ പറ്റില്ല. അവരുടെ സ്വഭാവം കൂടിയാണ്. ആ സ്വഭാവത്തിൽ നിന്നാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ വ്യക്തി സ്ഥിതപ്രജ്ഞ ഉച്യതേ, സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു. ഇപ്പൊ ഈ ശ്രീ ഭഗവാൻ പറയാണ്, ഹേ അർജുന, മനസങ്കൽപ്പിതമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളെ, ഇന്ദ്രിയ ആകാംക്ഷകളെ പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ട് ത്യജിക്കുക. എന്ത് കിട്ടിയാലും അത് ശുഭമാണ്, അത് എനിക്ക് സ്വീകാര്യമാണ് എന്നുള്ള അവസ്ഥ വരിക. അങ്ങനെ അതോടൊപ്പം മനസ്സ് മലിനപ്പെടാറുത്. കാരണം വീണ്ടും ഇന്ദ്രിയങ്ങളുടെ കൂടെ കൂടുമ്പോൾ ആ വിഷയങ്ങളുടെ ആസക്തി വരുമ്പോൾ മനസ്സ് മലിനീകൃതമാകും. അപ്പം അങ്ങനത്തെ ഇച്ഛകളൊന്നുമില്ലാണ്ട് മനസ്സ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അപ്പം എന്താ ഉണ്ടാവുക, സ്വന്തത്തിൽ തന്നെ സംതൃപ്തരാകും, ആത്മാവ് തന്നെ സംതൃപ്തി കൊള്ളും. കാരണം നമുക്ക് ഭാഗവതത്തിലൊരു പുരഞ്ജനോപാഖ്യാനുണ്ട് അല്ലേ, പുരഞ്ജനോപാഖ്യാനം. ആ പുരഞ്ജനോപാഖ്യാനത്തിൽ എന്താ പറഞ്ഞത്, ഈ നമ്മുടെ മനസ്സ് എപ്പോഴും ബഹിർമുഖമാണ്. അഥവാ നമ്മുടെ മനസ്സിൽ ആത്മാവിനെ മനസ്സ് എന്നും പറയാം. കാരണം നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ ആത്മാവ് പോയി, നമ്മുടെ ഈ മനസ്സ്, ബാക്കി ഇന്ദ്രിയങ്ങളൊക്കെ ഇവിടെ കിടക്കും. നമ്മുടെ മനസ്സ് എന്നുള്ള അപ്രബലമായിട്ടുള്ള 11ാമത്തെ ഇന്ദ്രിയാണ് അത്രേ. അത് ആത്മാവിൻ്റെ കൂടെ അത് യാത്ര ചെയ്യും. അങ്ങനെയാണ് അത് വേറൊരു ശരീരത്തിലേക്ക് പോവുക. അത് നമ്മുടെ കാരണ ശരീരം, സൂക്ഷ്മ ശരീരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ചിലത് യാതന ശരീരം. ഇപ്പം സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും സ്വർഗത്തിൽ പോയാലും അതൊരു യാതനയാണ്, അനുഭവം. യാതന എന്ന് പറഞ്ഞാൽ അനുഭവം. അതേമാതിരി നരകത്തിൽ പോകണു, അതും യാതനയാണ്, അതും ഒരു അനുഭവമാണ് അല്ലേ. അപ്പം അത് അനുഭവം ആരൊക്കെ വരുന്നത്, ഇന്ദ്രിയങ്ങളൊക്കെ ഇവിടെ കിടക്കുക, ശരീരം ഇവിടെ തന്നെ കിടക്കും. ആരൊക്കെ അതൊക്കെ വരിക, മനസ്സിൽ അല്ലേ, മനസ്സിൽ. അപ്പം ഈ മനസ്സ് എപ്പോൾ നോക്കിയാലും, അത് നാരായണീയത്തിൽ പ്രത്യേകം പറയേണ്ട, ഭാഗവത്തിൽ ഇത് കുറച്ച് പറയുന്നുണ്ട്. ഈ മനസ്സും ആത്മാവും ഇത് ആത്മാവിൻ്റെ കൂടെ, മനസ്സ് ആത്മാവിൽ ഇങ്ങനെ ഒട്ടി നിൽക്കണോടത്തോളം കാലം നമുക്ക് മോക്ഷം വരില്ല. അപ്പം ഈ മനസ്സിൻ്റെ പ്രേരണ കാരണം ഈ ആത്മാവ് എപ്പോഴും ബഹിർമുഖം, ബാഹ്യമായിട്ടുള്ള. അവിടുന്ന് ഈ സുഖം കിട്ടുക, എനിക്ക് ഇവിടുന്ന് ഇത് കിട്ടുക. അപ്പം അത് ഈ ഒരു വൃക്ഷത്തുമ്പിലിരിക്കുന്ന 2 പക്ഷികളായിട്ടാണ് ഈ പരമാത്മാവിനെ ആത്മാവിനെ. കാരണം നമ്മുടെ കൂടെ അവരുണ്ട്, പരമാത്മാവിൻ്റെ അംശവും ഉണ്ട്, ജീവാത്മാവും ഉണ്ട്. അപ്പം മനസ്സുണ്ട്, പരമാത്മാവിൻ്റെ ആ വിവേക രൂപത്തിലും നമ്മുടെ കൂടെ.
ഈ ഒരു ശരീരം ആയിട്ടുള്ള ഒരു വൃക്ഷത്തിൻ്റെ മുകളില് ഈ രണ്ട് പക്ഷികൾ ഇരിക്കുന്നുണ്ട്. ഒരാൾ ധ്യാന നിരതനാണ്, അയാൾക്ക് ഒരു വിഷയങ്ങളുടെ ഫലങ്ങളും ഭക്ഷിക്കണം എന്നുള്ള ആഗ്രഹമേ ഇല്ല. പക്ഷെ ഒരാൾ ബഹിർമുഖനാണ്, ജീവാത്മാവാകുന്ന മനസ്സാകുന്ന ആ പക്ഷി എപ്പോഴും വിഷയങ്ങളാകുന്ന ആ ഫലങ്ങളെ ഭക്ഷിക്കാൻ തൽപരനാണ്. പക്ഷേ പരമാത്മാവിൻ്റെ ശക്തിയാകുന്ന ആ പ്രജ്ഞ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിനെ അവിജ്ഞാതൻ എന്നാണ് ഭാഗവതം പറയണത് പുരഞ്ജനോപാഖ്യാനത്തിൽ. അദ്ദേഹം ഇങ്ങനെ ഒരു ആള് കൂടെ ഉണ്ടെന്ന് ഈ പുരഞ്ജനന് അഥവാ ഈ ജീവാത്മാവിനെ അറിയും കൂടിയില്ല. നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഇപ്പം ഭഗവത്ഗീത പറഞ്ഞപ്പോൾ നമുക്കൊക്കെ അറിയാം അല്ലേ, ആ ഉള്ളിലിരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ ഭഗവാന്റെ ശക്തി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, വിവേക രൂപത്തിൽ പ്രജ്ഞാരൂപത്തിൽ ഇരിക്കുന്നുണ്ട്. അതാണ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉടനെ വിലക്കും മനസ്സ്, ഒരു പ്രാവശ്യം മനസ്സിനെ വിലക്ക്, ഇത് ചെയ്യരുതെന്ന് പറയും. പക്ഷേ ആ ആസക്തി പ്രബലമാവണ ആ സമയത്ത് ആ വ്യക്തി ആ കാര്യം ചെയ്യും. ആ അവിജ്ഞാതൻ്റെ ഉപദേശം കേൾക്കില്ല, പ്രജ്ഞയുടെ ഉപദേശം കേൾക്കില്ല. ഈ മനസ്സിൻ്റെ സ്വഭാവം അഥവാ ഈ ജീവാത്മാവിൻ്റെ സ്വഭാവം എപ്പോഴും ബാഹ്യമായിട്ടുള്ള അവിടേക്കാണ് കണ്ണ് മുഴുവൻ. പക്ഷേ ഈ ധ്യാനത്തിലിരിക്കുന്ന ആ ഭഗവത് ശക്തിയുടെ അല്ലെങ്കിൽ പരമാത്മ തത്വത്തിൻ്റെ ആ സ്വഭാവം എപ്പോഴും ധ്യാനത്തിലിരിക്കലാണ്. അപ്പം എന്നാണോ പരമാത്മാവും ജീവാത്മാവും ബഹിർമുഖമായിരുന്ന ജീവാത്മാവ് പരമാത്മാവിലേക്ക് തിരിയണത്, അവർ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം ആവണത്, ഏകത്വമാവണത്, അപ്പം തന്നെയാണ് മുക്തി. പിന്നെ ഒരു ഇച്ഛകളുമില്ല. മോഹം ക്ഷയിക്കണതാണല്ലോ മോക്ഷം. അപ്പം അങ്ങനത്തെ ആ ഏകീകൃതമായാൽ അപ്പം സ്ഥിതപ്രജ്ഞനാവും. ഈ ആത്മാവും പരമാത്മാവിൻ്റെ ശക്തിയും ഏകീകൃതമാവുന്നത് തന്നെയാണ് സ്ഥിതപ്രജ്ഞ. ആ സ്ഥിതപ്രജ്ഞനാവണത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ആ അവസ്ഥയിലെത്തിയ ഒരു വ്യക്തിക്ക് പിന്നെ ഇന്ദ്രിയ ആകാംക്ഷകളില്ല, വിഷയങ്ങളെ പ്രാപ്തി ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല. സ്വയത്തിൽ, കാരണം ആ പരമാത്മ തത്വത്തിൽ ലയിച്ച് സംതൃപ്തനാവും, സ്വ ആത്മാവിൻ്റെ തന്നെ ലയിക്കും. ഇപ്പം സന്തോഷത്തിന് അല്ലെങ്കിൽ തൃപ്തിക്ക് വേണ്ടി അന്യ ഒരു വസ്തുവിനെ വ്യക്തിയെ ഇച്ഛിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത്തരം വ്യക്തിയാണ് ആത്മബോധം ഉള്ളവൻ എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം എല്ലാവിധ ഇന്ദ്രിയ തൃഷ്ണകളെയും മനക്കൽപ്പിതമാണ്. ഇന്ദ്രിയ തൃഷ്ണകൾ എന്നുണ്ടെങ്കിൽ ആ ഇന്ദ്രിയത്തിന് കിട്ടുന്ന സുഖം അത് സാങ്കല്പികമാണ്, താൽക്കാലിക, ഇതെനിക്ക് സുഖമാണ് എന്നിങ്ങനെ. കാരണം ഭാഗവത്തിലും പറയുന്നുണ്ട്, കണ്ടു എന്ന് പറഞ്ഞെങ്കിൽ ചൊറി എന്ന് പറയും. അപ്പം നമുക്ക് ഒരു കൊതു കടിച്ചു ആദ്യം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു. അപ്പം അവിടെ അങ്ങനെ ആദ്യം അങ്ങനെ ചൊറിയുമ്പോൾ എന്താ ഉണ്ടാവുക, ഇതൊരു സുഖമാണ് എനിക്കെന്ന് തോന്നും വ്യക്തിക്ക്. പക്ഷെ തുടർച്ചയായിട്ട് അതന്നെ അവിടെ ചൊറിഞ്ഞും കൊണ്ടേ ഇരുന്നാൽ എന്താ ഉണ്ടാവുക, പിന്നെ അവിടെ വെള്ളം തട്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ നീറലൊടങ്ങും, പിന്നെ അത് വ്രണമായി മാറും, പിന്നെ അത് വലിയ ഒരു ഉപദ്രവിയായിട്ട് മാറും. അപ്പം ഇന്ദ്രിയ തൃഷ്ണകളൊക്കെ ഒരു മനസ്സങ്കല്പിതമാണ്, ഇതെനിക്ക് സുഖമാണ് എന്ന് മനസ്സ് താൽക്കാലികമായിട്ട് പറയും. പക്ഷെ ആ ഇന്ദ്രിയ തൃഷ്ണകൾ അല്ലെങ്കിൽ ആ വിഷയങ്ങൾ ആ വ്യക്തിയെ നരകം വരെ എത്തിക്കും. അപ്പം അത് കാരണം ആ ഇന്ദ്രിയ വിഷയങ്ങളെ ഒരു സ്ഥിതപ്രജ്ഞനായ വ്യക്തി വളരെ ദൂരെ ഉപേക്ഷിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി 56-ാമത്തെ ശ്ലോകം. ദുഃഖേഷു അനുദ്വിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധാ സ്ഥിതധീർമുനിർ ഉച്യതേ. സുഖങ്ങൾ വരുമ്പോൾ ആ വ്യക്തി വളരെ സന്തോഷിക്കില്ല, ദുഃഖത്തിൽ വളരെയധികം ക്ലിഷ്ടനും ആവില്ല. ഒരു ദുഃഖം വന്നു, കാരണം ദുഃഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 തരത്തിലാണ്. 3 തരത്തിലുള്ള പ്രകൃതിയുടെ ഗുണങ്ങളുണ്ട്, 3 തരത്തിലുള്ള ഇവിടെ രജതമ ഗുണങ്ങളുണ്ട്. അതേമാതിരി തന്നെയാണ് 3 തരത്തിലുള്ള ക്ലേശങ്ങളും ആ ദുഃഖങ്ങൾ. അത് ഒന്ന് ആധ്യാത്മികമായിട്ടുള്ള ഒരു താപത്രയം എന്നാണ് ഇതിനെ പറയാറ്. താപത്രയം, 3 തരത്തിലുള്ള താപങ്ങൾ. അതിൽ ആധ്യാത്മികം ആയിട്ടുള്ള ആ ദുഃഖത്തിനെ നമുക്ക് മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ക്ലേശങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ആദിഭൗതികം, ഈ 3 ക്ലേശങ്ങളേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. പിന്നെ ആദിഭൗതികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യ ഒരു ജന്തുവിൽ നിന്ന്, ഒരു പ്രാണിയിൽ നിന്ന്, അത് മനുഷ്യനാവാം പൊതുവാകാം.
മനുഷ്യൻ മുതൽക്ക് കൊതു കടിച്ചാലും രോഗങ്ങൾ വരുന്നില്ലേ, മലേറിയ വരും, ഡെങ്കു വരും, എന്തെല്ലാം വരുന്നു. അപ്പം അങ്ങനത്തെ ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ ജന്തുക്കളാൽ അന്യ ഒരു ജീവി വന്നിട്ട് ഈ വ്യക്തിയെ ദ്രോഹിക്കണേന് ആദി ഭൗതികം, ഒരു ഭൗതിക വസ്തുന്ന് ഒരു ദുഃഖം കിട്ടാണ്. പിന്നെ ആദി ദൈവികം, പ്രകൃതിന്ന് കൊടുങ്കാറ്റാവാം, പ്രളയമാവാം, ഭൂമി കുലുക്കമാവാം, അഗ്നിപർവ്വതമാവാം, അല്ലേ? അങ്ങനെ പല തരത്തിലുള്ള പ്രകൃതിജന്യമായിട്ടുള്ള ദുഃഖങ്ങൾ. അപ്പം ഇങ്ങനത്തെ ഈ 3 തരത്തിലുള്ള ക്ലേശങ്ങളിൽ, ദുഃഖങ്ങളിൽ ആ വ്യക്തി ഉദ്വിഗ്നമന, ചഞ്ചലനാവില്ല, അചഞ്ചലനായിട്ടുള്ള മനസ്സുമായിട്ട് സ്ഥിതി ചെയ്യും. അതുമാതിരി സുഖം വരുമ്പോഴോ സുഖയേഷു വിഗത സ്പൃഹ, ആ സുഖത്തിൽ അങ്ങോട്ട് ആഹ്ലാദിക്കൂല. ദുഃഖം വരുമ്പോൾ വളരെയധികം ദുഃഖിക്കൂല. സുഖങ്ങൾ വരുമ്പോൾ അതിൽ വളരെയധികം ആഹ്ലാദിക്കൂല. വീതരാഗ ഭയ ക്രോധ, വീത എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഉയർന്നു നിൽക്കും. ഇതിന്നൊക്കെ രാഗം, ഭയം, ക്രോധം. ഇതെന്ന് രാഗം എന്ന് പറഞ്ഞാൽ ആസക്തി, അറ്റാച്ച്മെൻറ്റിൽ നിന്ന് ഉയർന്നു നിൽക്കും ആ വ്യക്തി. താമരയെ നമ്മളെപ്പോഴും ഭഗവാന്റെ കാര്യങ്ങളിൽ ഉപമിക്കാറുണ്ട്. താമര എപ്പോഴും വെള്ളത്തിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കും, അല്ലേ? വെള്ളവും താമരയ്ക്കും തമ്മിൽ ആ തണ്ടിന് ആ താഴെ പോയിട്ടുള്ള ബന്ധം ഉണ്ടെന്നല്ലാണ്ട് ആ ഇല അതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടാവും, പക്ഷേ ഇലയുടെ മുകളിൽ ഒരു തുള്ളി വെള്ളം നിന്ന് അത് തട്ടിക്കളയും. പിന്നെ ആ താമരയുടെ ഇതളുമ്പിലൊന്നും ഒരൊറ്റ വെള്ളം പോലും നിൽക്കില്ല, അപ്പം തട്ടിക്കളയുക വെള്ളം. അതാണ് അത് ഭഗവാനെ ഈ താമരയായിട്ട് ഉപമിക്കാനുള്ള ഒരു കാരണം ഭഗവാൻ ഈ വിഷയങ്ങളിലൊന്നും ലിപ്തനല്ല, വിഷയങ്ങളിൽ നിന്നൊക്കെ ഒരടി ഉയരത്തിലാണ്. അപ്പം അതേമാതിരി തന്നെയാണ് ഇവിടെ ഇത്തരം വ്യക്തികളും. ഈ സ്ഥിതപ്രജ്ഞനായ വ്യക്തി വീതരാഗ ഭയക്രോധനാണ്. ക്രോധമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല, അതുമാതിരി ഭയമായിട്ടുമില്ല. അതേമാതിരി രാഗം അഥവാ ആസക്തി ഇല്ല ആ വ്യക്തിക്ക്. ഇതിന്നൊക്കെ ഉയർന്ന ഒരു സ്ഥിതി ചെയ്യണ വ്യക്തിയാണ്. അപ്പം അത്തരം അങ്ങനത്തെ ബുദ്ധിയോട് കൂടിയിട്ടുള്ള സ്ഥിതധീ മുനി ഉച്ചതി, അത്തരം സ്ഥിരധീയായിട്ടുള്ള സ്ഥിരമായ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ആ സ്ഥിതപ്രജ്ഞനായ വ്യക്തി തന്നെയാണ് മുനി. അത്തരം വ്യക്തികളെയാണ് മുനി എന്ന് പറയപ്പെടുന്നത്. അപ്പം ഈ 3 തരത്തിലുള്ള ക്ലേശങ്ങളുടെ നടുവിലും ആ മനസ്സ് ഒട്ടും തന്നെ പ്രക്ഷുബ്ധമാവില്ല. സുഖമായാൽ അമിതമായിട്ട് ആഹ്ലാദിക്കില്ല, ദുഃഖം വന്നാൽ ആകെ അപ്സെറ്റായിട്ട് ദുഃഖിച്ച് വിലപിക്കൂല്ല. ഭയം, ക്രോധം, രാഗം അഥവാ ആസക്തി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വക ഒരു വിചാരങ്ങളും അദ്ദേഹത്തിന് ചഞ്ചലനാക്കില്ല. അപ്പം അങ്ങനത്തെ ഇതെന്നെല്ലാം വിമുക്തനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുക എന്നാണ് ഭഗവാൻ പറയണത്. യസർവത്രാനഭിസ്നേഹ തത്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യ സർവത്ര അനഭിസ്നേഹ, ആരാണോ, പറഞ്ഞ ഏതൊരു വ്യക്തിയാണോ, സർവത്ര അനഭിസ്നേഹ, എല്ലായിടത്തും അനഭിസ്നേഹ എന്ന് പറഞ്ഞാൽ സ്നേഹശൂന്യനാവുക എന്നല്ല, ആസക്തിരഹിതനാവുക. സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസക്തിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, അല്ലേ? സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാറ്റിനോടും പോസിറ്റീവായിട്ട് തോന്നും, എല്ലാതും നമുക്ക് പോസിറ്റീവായി. ആസക്തി പറഞ്ഞാൽ ഇത് എൻ്റെ തന്നെയാണ്, ഇതിനെ ആരായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറില്ല, ആസക്തിയാണ് ആ വ്യക്തിക്ക് അതിനോട്. പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞാൽ കാണുന്നതിനോടൊക്കെ പോസിറ്റീവായിട്ട്, അതിനോടെല്ലാം ഒരു നല്ല ഫീലിംഗ്, അതിന് നന്മ വരാൻ വേണ്ടിയിട്ട്, അതിനെ ദ്രോഹിക്കണം എന്നുള്ള വിചാരം ഉണ്ടാവില്ല, അതിനെ ഷെയർ ചെയ്യാനും വിഷമം ഉണ്ടാവില്ല. മറ്റ് ചില സാധനങ്ങൾ ആസക്തിയാണെങ്കിലും അത് അന്യന് കൊടുക്കില്ല. അപ്പം ആരാണോ എല്ലാറ്റിലും ആസക്തിരഹിതനായിട്ട് തത് ശുഭ അശുഭ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുഭമായതോ അശുഭമായതോ ഒന്നും അദ്ദേഹത്തിനില്ല, എല്ലാതും ശുഭം തന്നെയാണെന്നുള്ളതാണ്. ആ എല്ലാറ്റിനെയും സ്വീകരിക്കും, ശുഭമായതിനെ സ്വീകരിക്കും, അശുഭമായതിനെ സ്വീകരിക്കും. ന അഭിനന്ദതി, സ്വീകരിച്ചിട്ട് നല്ലതിനെ ഇങ്ങനെ പ്രശംസിക്കോ അഭിനന്ദിക്കോ ഇല്ല. അതിനെ നല്ലതാണ്, കാരണം നന്മ എപ്പോഴാണ് നമുക്ക് അനുകൂലമായാൽ നമ്മൾ പറയുന്നത് എനിക്ക് നല്ലതാണ്. നമുക്ക് ആ വസ്തു അല്ലെങ്കിൽ ആ കാര്യം പ്രതികൂലമായി വന്നാൽ പറയും ഇത് അശുഭമാണ്. ബാക്കി ഇവിടെ ശുഭവും അശുഭവും ഒന്നുമില്ല.
നമുക്കത് മനസ്സിന് യോജിക്കുന്നുണ്ടോ, നമ്മുടെ അഭിപ്രായത്തിന് യോജിക്കുന്നുണ്ടോ എന്നാൽ അത് ശുഭമാണ്. അല്ല, എൻ്റെ അനുഭവം എനിക്കത് അതായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അതായിട്ട് എനിക്ക് താല്പര്യമില്ലെങ്കിൽ അത് അശുഭമായി, എൻ്റെ അനുകൂലമല്ലെങ്കിൽ എനിക്കത് അശുഭമായി എന്നാണ് ഒരു വ്യക്തി കണക്കാക്കുക. അപ്പം ഏത് ഒരു പ്രകരണത്തിനെയും അതിനെ സ്വീകരിക്കും, അതിനെ പ്രാപ്യ എന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിക്കും. എന്നിട്ട് അതിനെ ദ്വേഷ്ടി, അതിനെ തിരസ്കരിക്കൂല, അതിനെ അഭിനന്ദതി, അതിനെ പ്രശംസിക്കൂല. തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, ആ വ്യക്തിയുടെ പ്രജ്ഞ, ആ വ്യക്തിയുടെ ബുദ്ധിയാണ് പൂർണ്ണജ്ഞാനം അല്ലെങ്കിൽ ആത്മജ്ഞാനം അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്തരത്തിലുള്ള വ്യക്തി എന്നാണ് ഭഗവാൻ പറയണത്. അത് കാരണം ഭഗവാൻ പറയാണ്, അല്ലയോ പാർത്ഥ, ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്നത് നല്ലതോ ചീത്തയായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ശുഭമോ അശുഭമോ ആയിട്ടുള്ളത്, ശുഭം അശുഭം എന്ന് പറഞ്ഞാൽ അനുകൂലം പ്രതികൂലമായിട്ടുള്ളത്, ആ ഫലങ്ങളാൽ ഒട്ടും തന്നെ ചഞ്ചലപ്പെടാതെ ആ അനുഭവങ്ങളെ പുകഴ്ത്തുകയോ, അനുകൂലമാണെങ്കിൽ പുകഴ്ത്തുകയോ ഇല്ല, പ്രതികൂലമായാൽ അതിനെ തിരസ്കരിക്കുക അല്ലെങ്കിൽ ഇകഴ്ത്തുക ഒന്നുമില്ല, അതിനെ മൗനിയായിട്ടിരിക്കും. അങ്ങനെ പെരുമാറണ ഒരു വ്യക്തിയാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അനുകൂല പ്രതികൂലമായ പരിവർത്തനങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഇച്ഛമാതിരി ഒന്നും ഇവിടെ നടക്കില്ല അല്ലേ. ഒന്നും നമുക്ക് ഒരു സംഭവം വരികയാണെങ്കിൽ അത് അനുകൂലമായിരിക്കാം പ്രതികൂലമായിരിക്കാം, പക്ഷെ ഒരു ജനതയ്ക്ക് മുഴുവൻ പ്രതികൂലമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഒരു കൊടുങ്കാറ്റ് വന്നു അല്ലെങ്കിൽ ഒരു ഭൂമികുലുക്കം വന്നു, ഇതെല്ലാവർക്കും ബാധിക്കുന്നതാണ്. എല്ലാവരും അതിന് അനുകൂലം എന്ന് പറയാനേ പറ്റില്ല, പക്ഷെ അത് വന്നുകൊണ്ടിരിക്കും, അതിനെ ആർക്കും തടയാൻ പറ്റില്ല. അപ്പം ഈ ഭൗതിക ലോകത്തിൽ അത്തരം പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അപ്പം അത്തരം ഭൗതിക പരിവർത്തനങ്ങളിൽ അസ്വസ്ഥനാവില്ല സ്ഥിതപ്രജ്ഞനായ ഒരു വ്യക്തി. അദ്ദേഹം നന്മ തിന്മകളുടെ ബാധ ഏൽക്കാതെ ആ സ്ഥിതപ്രജ്ഞതയിൽ ധ്യാനനിരതനായിട്ട്, തനിക്ക് പ്രതികൂലമാണോ ഇപ്പം ധ്യാനനിരതനായിട്ടിരിക്കും. ഇപ്പം ഈ ലോകം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ദ്വന്ദ്ങ്ങൾ നിറഞ്ഞതാണ് അല്ലേ. ശുഭം അശുഭം, അനുകൂലം പ്രതികൂലം, നന്മ തിന്മ, സുഖം ദുഃഖം എല്ലാം ഉള്ളത്. അപ്പം ദ്വന്ദ്ങ്ങൾ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. അതിൽ ജീവിക്കണ കാലത്തോളം ഇതിനെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്തേ പറ്റൂ, അനുഭവിച്ചേ പറ്റൂ. അതിനാൽ സർവമംഗളകാരികളായിട്ടുള്ള ആ നിരപേക്ഷ സത്യമായിട്ടുള്ള ഭഗവാനിൽ, ഭഗവാൻ എപ്പോഴും മംഗളം മാത്രമേ വരത്തുള്ളൂ. നമ്മൾ ഭഗവാനെ വെറുതെയാണ് പഴിചാരണത്. എനിക്ക് നല്ലത് തന്നില്ല, എനിക്കിത് തന്നു, ഈ ശിക്ഷ തന്നു, ആ ശിക്ഷ തന്നു. ഒരാൾക്കും ഭഗവാൻ ഒരു ശിക്ഷയും കൊടുക്കണില്ല. ശിക്ഷ കൊടുക്കുന്നത് നമ്മൾ തന്നെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, അത് എവരി ആക്ഷൻ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ പറയാറ് അല്ലേ. അപ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്തു വെച്ച കർമ്മങ്ങളാണ് അതിൻ്റെ അതേ വേഗതയിൽ നമ്മുടെ നേരെ വരികയാണ്. കാരണം ഭഗവാൻ ഒരാളെ ശിക്ഷിക്കാനിരിക്കണ ഒരാളല്ല. നമ്മൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും. അതേമാതിരി ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണവും നമ്മൾ തന്നെ അനുഭവിക്കും. അതിന് വേറൊരാളെ നമ്മൾ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. ഒരു ചുമരുമ്പലിക്ക് നമ്മൾ പന്തിട്ടുണ്ടെന്ന് വെച്ചോളൂ, അപ്പം എന്താ അങ്ങടെ എറിഞ്ഞ് അതേ വേഗത്തിൽ ഇങ്ങോട്ട് തന്നെ വരും അല്ലേ, നമ്മുടെ മുഖത്തേക്ക് തന്നെ വരും. നമ്മൾ അവിടെ എറിഞ്ഞിട്ട് അവിടെ തന്നെ നിന്നാൽ നേരെ നമ്മുടെ മുഖത്ത് തന്നെ വന്നു കൊള്ളും. അപ്പം അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പ്രകൃതിയോട് എന്ത് കർമ്മങ്ങൾ ചെയ്തു, പ്രകൃതിയിലെല്ലാം പെട്ടു. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമല്ല, ഒരു വ്യക്തിയാവാം, എന്തോ ആയിക്കോട്ടെ. അപ്പം അതിനോട് നമ്മൾ എപ്രകാരം പെരുമാറി അതേമാതിരി തന്നെയാണ് നമ്മൾക്കും കിട്ടുക. നമ്മളൊരു കൂട്ടം ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്, അതിൽ നമ്മൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ എന്താ ഉണ്ടാവും? അവരെല്ലാവരും നമ്മളെ നോക്കി പുഞ്ചിരിക്കും അല്ലേ. അതേമാതിരി നമ്മൾ അവരുടെ നേരെ തിരസ്കാര രൂപത്തിൽ അല്ലെങ്കിൽ അവരോട് ദേഷ്യത്തിൽ നോക്കിയാലോ അവരെല്ലാവരും പേടിച്ചു പോകും, അല്ലെങ്കിൽ ദേഷ്യത്തിൽ നോക്കും നമ്മൾ. എങ്ങനെയാണോ ക്രിയ അതിനനുസരിച്ചുള്ള പ്രക്രിയയും വരും. അപ്പം ആ വ്യക്തി ഭഗവത് സേവയിൽ മാത്രം, അല്ലെങ്കിൽ നിരപേക്ഷ സത്യം സർവമംഗളകാരിയാണ് ഭഗവാൻ, ആ ഭഗവാനിൽ മാത്രം താല്പര്യമുള്ള വ്യക്തിയായിരിക്കും. അത്തരം വ്യക്തി ആണ് ആ അവബോധം അഥവാ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള വ്യക്തി. അതാണ് സമാധി എന്നറിയപ്പെടുന്ന തികഞ്ഞ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് ആ ജീവാത്മാവിനെ എത്തിക്കുന്നതും. ഇന്ദ്രിയങ്ങളായിട്ട് അപ്പോൾ ആ മനസ്സിന് യാതൊരു ബന്ധവുമില്ല. അതീന്ദ്രിയ അവസ്ഥയിലായി ആ മനസ്സ് ആ ആത്മാവിനെ
പരമാത്മാവിൽ യോജിപ്പിച്ച വലിയ വലിയ ഋഷികളും മുനികളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അവരിങ്ങനെ സമാധിയിൽ ഇരിക്കാൻ കഴുത്തിൽ മരിച്ച പോയിരുന്ന സർപ്പത്തിനെ ഇട്ടു. പരീക്ഷത്തിൻ്റെ കഥ ആദ്യം തന്നെ അതാ അല്ലേ ഭാഗവതത്തിൽ. അപ്പോൾ അദ്ദേഹം അറിഞ്ഞ പോലുമില്ല എൻ്റെ കഴുത്തിലൊരു ചത്തുപോയ പാമ്പിനെ ഇതാ ആരോ ഇട്ട് കഴിഞ്ഞു. അദ്ദേഹം അറിഞ്ഞിട്ടില്ല, കാരണം ഇന്ദ്രിയം ഈ ശരീരത്തിൽ നിന്ന് പുറത്താണ് അദ്ദേഹത്തിൻ്റെ ആ ബോധം. എന്ന് പറഞ്ഞാൽ ആത്മാവ് അവിടെ ഉണ്ടെങ്കിലും ആ ബോധം, ആ പ്രജ്ഞ പരമാത്മാവിൽ ലയിച്ചിരിക്കുകയാണ്. അത് കാരണം ശരീരത്തിൽ എന്തെല്ലാം നടക്കണു അറിയണ പോലുമില്ല. അപ്പം അതാണ് അതീന്ദ്രിയ അവസ്ഥ. ആ അവസ്ഥയിലേക്ക്, ഈ സമാധിയിലേക്ക് ആ ആത്മാവിനെ, ആ ജീവാത്മാവിനെ എത്തിക്കാൻ സാധിക്കും. കാരണം മനസ്സാണ് എല്ലാവിടേക്കും. മനം ഏക മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോന്ന് മുന്നോട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ എവിടേക്ക് കൊണ്ടുപോകണം, നമ്മൾ അവിടെയാണ്. അപ്പം ആ പരമാത്മാവിലേക്ക്, ആ മംഗളകാരിയായിട്ടുള്ള ഭഗവാനിലേക്ക് എത്തിക്കുകയാണോ, അപ്പം നമ്മുടെ മനസ്സ് ഭഗവാനിലെത്തിയാൽ നമ്മുടെ ആത്മാവും അവിടെ തന്നെ എത്തി. ഇനി ഭഗവാൻ ഒരു ആമയുടെ ഒരു ഉപമ പറഞ്ഞു തരാണ് നമുക്കൊക്കെ. കാരണം നമ്മൾ എങ്ങനെ പെരുമാറണം, ഒരു നമുക്ക് അപ്രതീക്ഷിതമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടി വന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു ഉപമ ആയിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരണം. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത യഥാ ച അയം സർവശ. യഥാ ച എപ്പോഴാണോ ഇവൻ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ്, ഈ മനസ്സ്, സർവശ ഇന്ദ്രിയേഭ്യ എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും, ഈ സകല സർവശ എന്ന് പറഞ്ഞാൽ സകല തരത്തിലുള്ള ആ ഇന്ദ്രിയ അർത്ഥങ്ങൾ, അതായത് ഇന്ദ്രിയങ്ങളുടെ അർത്ഥം എന്താണ്, വിഷയങ്ങൾ. അപ്പം ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് കൂർമ്മ അംഗാനി ഇന്ദ്രിയാണി സംഹരതി. കൂർമ്മം എപ്രകാരമാണ് ഒരു അപകടം, ഒരു പ്രതിസന്ധി വന്നാൽ ഒരു ആമ എന്താ ചെയ്യുക, അതിൻ്റെ ആ ശരീരത്തിൻ്റെ അവയവങ്ങളെ എല്ലാം അത് തൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ തന്നെ തിരിച്ച് വലിച്ചെടുക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത മാതിരി അവിടെ കിടക്കും അല്ലേ. ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ തലയായിക്കോട്ടെ, കാല്, കൈ എല്ലാം ആയിക്കോട്ടെ, അത് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. അതൊരു കാണുന്നവർക്ക് തോന്നുന്നത് അതൊരു പാറക്കഷ്ണം കിടക്കുകയാണ് എന്ന മാതിരി. അപ്പം അത് നിശ്ചലനായിട്ട് അവിടെ തന്നെ കിടക്കും. അപ്പം ഈ സംഹരതയെ പിൻവലിക്കണു. തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. എന്നവിടെ കൂർമ്മത്തിൻ്റെ ആണോ കാര്യം, അവനാണോ സ്ഥിതപ്രജ്ഞ? അല്ല, ഇതൊരു ഉപമയാണ്. ഉപമ പറയണ എന്തിനാച്ചാൽ ഈ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തി തനിക്ക് അപകടകാരിയായിട്ടുള്ള ഒരു വിഷയം ഇതാ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണു അല്ലേ. നമുക്ക് ഒരു കേട്ടിട്ടുണ്ട് ഹരിദാസ് ഠാക്കൂർ, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു മുസൽമാനായിരുന്നു ഉത്തരാദ്യം. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ഹരിദാസ് എന്നുള്ള പേരിട്ടത്. ചൈതന്യ മഹാപ്രഭു ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഹിന്ദു ആയിട്ട് ഭഗവത് ഭക്തനായിരുന്നു, ഹരി ഭക്തനായിരുന്നു, ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. അപ്പം അദ്ദേഹം എത്രയോ സമയം ഇരുന്നിട്ട് രാത്രി മുഴുവന് ബ്രഹ്മമുഹൂർത്തം വരെ ഇരുന്നിട്ട് മാല ജപിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജപിച്ചും കൊണ്ടിരിക്കും. അപ്പോൾ ഈ മറ്റുള്ളവർക്ക് അസൂയ അത് വളരെ സർവ്വസാമാന്യമാണ് അല്ലേ. ഒരു ഭക്തൻ നന്നായി ഭക്തി ചെയ്യുമ്പോൾ ചിലർക്ക് ഒരു പരീക്ഷണം വേണമെന്നൊക്കെ തോന്നലുണ്ടാവും. അപ്പം അതേമാതിരി അവിടെയുള്ള കുറച്ച് ബ്രാഹ്മണർക്ക് തോന്നി ഇവൻ ഒരു മുസൽമാനാണ്, എന്നിട്ട് നമ്മുടെ ഭക്തി ചെയ്യാൻ വന്നത്. അപ്പം ഇവനെ ഇതൊന്ന് പിന്തിരിക്കണം, അവന് ചീത്തപ്പേരുണ്ടാക്കിയാൽ എന്തായാലും ആ വ്യക്തി അവിടുന്ന് പിന്തിരിഞ്ഞ് ഓടിക്കോളും. ചീത്തപ്പേരുണ്ടാക്കിയാൽ മതി, ആ വ്യക്തി അവിടുന്ന് സ്ഥലം വിട്ടോളും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഈ ബ്രാഹ്മണരൊക്കെ ഇയാളൊരു ചീത്തപ്പേരാക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രയത്നിച്ചു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒന്നും ഒരു എഫക്റ്റ് ചെയ്തില്ല. അപ്പം അദ്ദേഹം പിന്നെ ലാസ്റ്റിലൊരു പൊടിക്കൈ ചെയ്തു. ഒരു നർത്തകിയായിട്ടുള്ള ഒരു വേശ്യാസ്ത്രീയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ അവിടെ സന്ധ്യയ്ക്ക് സുന്ദരിയാണ്, അപ്പോൾ അവിടെ നീ പോയിട്ട് ദിവസേന അയാളുടെ ശ്രദ്ധ ആകർഷിക്കുക. ഇതേ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തപസ് എന്ന് പറഞ്ഞാൽ മാല ജപിക്കുന്നുണ്ടാവും. അപ്പം നീ അവിടെ കുറേ നേരം ഇരുന്ന് എൻ്റെ വളയുടെ കിലുക്കം, പാദസരത്തിൻ്റെ കിലുക്കം, എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ടാൽ അയാൾ കണ്ണ് തുറന്നിട്ട് നോക്കും. അപ്പം അയാളുടെ ശ്രദ്ധ നിന്നിൽ ആകർഷിക്കപ്പെടും. അപ്പം അദ്ദേഹം വഴിതെറ്റും. എന്നിങ്ങനെ അവൾക്ക് കുറച്ച് പണമൊക്കെ കൊടുത്ത് അവളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടു. ഇവള് ദിവസവും രാത്രി ആയിട്ടുണ്ടെങ്കിൽ അവിടെ വരും, 12 മണിയായിട്ടുണ്ടെങ്കിൽ അവിടെ വരും.
എന്നിട്ട് അവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇയാളുടെ അടുത്ത് ഇങ്ങനെ അയാളെ നോക്കി കുറേ അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കും. എപ്പോഴേലും കുറച്ച് വളയൊക്കെ ശബ്ദം ഉണ്ടാക്കും, പാദസര ശബ്ദം ഉണ്ടാക്കും. ഇദ്ദേഹം ഒന്നും അറിയാതെ സ്ഥിതപ്രജ്ഞനാണ്, അയാൾക്കിതൊന്നും അയാളുടെ ചെവിയിലേക്ക് പോണേ ഇല്ല. അപ്പോൾ ഇങ്ങനെ കുറേ കഴിഞ്ഞ് കുറേ ആയിട്ട് ബ്രഹ്മമുഹൂർത്താവും. ജപിച്ച് 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 54 മാലയിലധികം 108 മാലയൊക്കെ ജപിക്കും അദ്ദേഹം. അത് കഴിഞ്ഞ് ബ്രഹ്മമുഹൂർത്തമായി. ബ്രഹ്മമുഹൂർത്തം വരുമ്പോൾ കണ്ണു തുറക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ ഇരിക്കണം. ഓ ദേവി, ദേവി എപ്പോഴേ വന്നത്? ഞാൻ കണ്ടില്ല. ഞാൻ കുറേ മുമ്പ് വന്നതാണ്, ഞാൻ അങ്ങയെ ഒന്ന് കാണാൻ സംസാരിക്കാനൊക്കെ വേണ്ടി വന്നതാണ്. ഓ ഇനി ഇന്ന് സമയമില്ല, ഇന്ന് മാപ്പാക്കണം. ഇന്ന് ബ്രഹ്മമുഹൂർത്തമായി, എനിക്കിപ്പോൾ പോയിട്ട് കുളിക്കണം. കാരണം ഞാൻ ഗംഗയിലേക്ക് കുളിക്കാൻ പോവുകയാണ്. അത് കാരണം എന്നോട് മാപ്പാക്കണം. ഞാൻ ഇനി എപ്പോഴേലും സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അദ്ദേഹം കുളിക്കാനും നിത്യകർമ്മത്തിനൊക്കെ ആയിട്ട് പോയി. അവളുടെ വീട്ടിലേക്ക് തിരിച്ചും പോയി. അങ്ങനെ പിറ്റേ ദിവസം വരെ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവളൊക്കെ തന്നെ വല്ലാത്തൊരു ഗ്ലാനിയായി ഇത്ര. ഞാൻ എന്തൊരു മൂഢയാണ്, അങ്ങനെ ഒരു സദാചാരിയായിട്ടുള്ള ഒരു വ്യക്തിയെ, ഞാൻ ഒരു വെറും നികൃഷ്ടയായൊരു സ്ത്രീ, ഞാൻ അയാളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്താ നടക്കുന്നു, എന്നെ മാതിരി പാപി ഈ ലോകത്ത് കാണില്ല എന്നും പറഞ്ഞിട്ട് ആ വ്യസ്യ സ്ത്രീ ആയിട്ടുള്ള അവൾക്കും കൂടി പശ്ചാത്താപം വന്നു. പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ അദ്ദേഹം കണ്ണ് തുറന്നു നോക്കിയപ്പോൾ എന്താ കാണുന്നത്? അവൾ സ്വയം ഇരുന്നിട്ട് മാല ജപിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാം രാം. അപ്പം അതാണ് സ്ഥിതപ്രജ്ഞനാവുമ്പോൾ മുമ്പിലൊരു മഹാ അപകടകാരിയായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു അപ്പോൾ അല്ലേ. അതിന്ന് തൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ പിൻവലിച്ച് അങ്ങനത്താണ് ഒരു രൂപം. എങ്ങനെയാണോ ഒരു കൂർമ്മം അപകടമായിട്ടുള്ള ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് വലിച്ചിട്ട് ഒന്നറിയാത്ത മാതിരി ഇരിക്കുക. അപ്പം ഇദ്ദേഹം തന്നെ അതേമാതിരി ആർക്ക് സാധിക്കണു? അവനാണ് സ്ഥിതപ്രജ്ഞൻ എന്നാണ് ഭഗവാൻ പറയണത്. ഇച്ഛാ അനുസരണം തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് ഒരു യോഗിക്ക്, ഒരു ഭക്തന്, ഒരു ആത്മജ്ഞാനിക്ക് ഒക്കെ സാധിക്കുക. അതാണ് അവരുടെ ലക്ഷണം. ആ പ്രതിസന്ധി എപ്രകാരം നമ്മൾ തരണം ചെയ്യണു, ഇതാണ് ഈ ഒരു സാധാരണ വ്യക്തിയും ഒരു സ്ഥിതപ്രജ്ഞനായിട്ടുള്ള വ്യക്തിയും രണ്ടുപേർക്കും ഒരേ അവസ്ഥയായിരിക്കാം. പക്ഷെ അതിനെ എങ്ങനെ തരണം ചെയ്യണു എന്നുള്ളതാണ് വ്യത്യാസം. അല്ലാതെ ഇവിടെ ആമയ്ക്കല്ല മഹത്വം, വ്യക്തിക്കാണ് മഹത്വം. എന്തെന്നും നമുക്ക് പലതും പഠിക്കാം അല്ലേ. ഇവിടെ നമ്മൾക്ക് പഠിപ്പിക്കാൻ പറ്റാത്ത ഒന്നും ഈ പ്രകൃതിയിലില്ല. പലതൊന്നും നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പം ഈ ആമയിൽ നിന്നും ഭഗവാൻ പറയുകയാണതാ തൻ്റെ തോടിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണോ ആ അവയവങ്ങളെ അത് സംഹരിക്കണത്, അതേമാതിരി സ്ഥിതപ്രജ്ഞനായ ഒരു വ്യക്തി എങ്ങനെയാണോ ഈ സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ സമയത്തിനെ, ആ അപകട പ്രതിസന്ധിയെ തരണം ചെയ്യണ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയണത്. ഇനി 59-ാമത്തെ വിഷയാ വിനിവർത്തന്തി നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. നിരാഹാരസ്യ ദേഹിന വിഷയാ രസവർജ. ഇപ്പം എത്ര അല്ലെങ്കിൽ ഭക്തനായാലും ചിലപ്പോൾ വിഷയങ്ങളിലേക്ക് താല്പര്യം വന്നു എന്ന് വരാം. എല്ലാവർക്കും ഇപ്പോൾ ഒരേമാതിരി യോഗികളായാൻ പറ്റിയെന്ന് വരില്ല. അപ്പം എന്ത് ചെയ്യണം? അമിതമായിട്ടുള്ള അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള വ്രതങ്ങൾ എടുക്കുക. അപ്പോൾ മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരാനാണ് ആക്ച്വലി പറഞ്ഞാൽ ഈ വ്രതങ്ങളൊക്കെ. നമ്മുടെ മനസ്സിനെ നമ്മുടെ അതിന് സ്വതന്ത്രമായി പോകാൻ സമ്മതിക്കാണ്ട് അതിനെ ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ, അതിനെ ഒരു അച്ചടക്കം പഠിപ്പിക്കാനുള്ളതാണ് വ്രതങ്ങൾ. അല്ലാണ്ട് ഏകാദശി നോറ്റുകൊണ്ട് പുണ്യം കിട്ടും, സ്വർഗത്തിൽ പോവാൻ, വൈകുണ്ഠത്തിൽ പോകാമെന്നൊന്നും നമ്മൾ കണക്കാക്കിയിട്ട് കാര്യമില്ല. മനസ്സ് എവിടെയാണ്? ഏകാദശി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? ഏകാദശമായിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവത് സാമീപ്യമായിട്ട് 10 നമ്മുടെ ഇന്ദ്രിയങ്ങളും 11-ാമത്തായിട്ടുള്ള മനസ്സും, പ്രധാനപ്പെട്ട ഇന്ദ്രിയം മനസ്സാണ്. ഇത് ഏകമായിട്ട് ഒന്നിച്ചിട്ട് കൂടിയിട്ട് എന്തിന് നിൽക്കണം? ഭഗവത് സേവയ്ക്ക് നിൽക്കണം. നായുണ്ട് നാമോച്ചാരണം. അല്ലാണ്ട് കുറേ ഏകാദശി നോറ്റു, വലിയൊരു രഥം വരും, നമ്മളെ അതിൽ പിടിച്ചിരുത്തും, ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും. ഇതൊരു മനസ്സങ്കല്പിതമായിട്ടുള്ള നല്ലൊരു സങ്കല്പം നല്ലതാണ്. പക്ഷെ സംഭവം അങ്ങനെ ഉണ്ടാവില്ല. കാരണം പട്ടിണി കിടന്നുകൊണ്ട് മാത്രമായില്ല, മനസ്സും കൂടിയും ആ ഭഗവത് സേവയിൽ അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്താൻ ശ്രമിക്കണം.
പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പം മനസ്സിനെ പതുക്കെ പതുക്കെ പഠിപ്പിക്കാനാണ് നമ്മൾ ഈ ഓരോരോ വ്രതങ്ങൾ നോൽക്കുന്നത് അല്ലേ. ചിലർ നവരാത്രിയുടെ വ്രതങ്ങൾ നോൽക്കണു, ചിലർ ഒരു മാസം മുഴുവനെ നിർജ്ജലമായിട്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ടത്രേ അല്ലേ. ഈ ജയിലിലൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു നേരം മാത്രം വെള്ളം കുടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അവർ ഒരു ദിവസം കൊണ്ടല്ല, ആദ്യം ഒരു ദിവസത്തിൽ ചെയ്യും, പിന്നെ 2 ദിവസം ചെയ്യും. അങ്ങനെ ശീലിച്ചിട്ടാണ് അത് സാധിക്കുന്നത്. അപ്പം നിരാഹാരസ്യ ദേഹിന രസവർജ. അപ്പം അങ്ങനെ ആ രസത്തിലേക്ക് അല്ലെങ്കിൽ ആ വിഷയങ്ങളിലേക്ക്, ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് അതിലേക്കുള്ള താല്പര്യം കുറച്ച് കൊണ്ടുവരാനാണ് ഇങ്ങനെ വ്രത ആദികളൊക്കെ അനുഷ്ഠിക്കുന്നത്. അപ്പം അത്തരം ദേഹികൾക്ക്, അത്തരം ആ ആത്മാവിന് വിഷയാരസവർജ, അപ്പോൾ ആ വിഷയങ്ങളൊക്കെ പതുക്കെ പതുക്കെ അതിനെ ത്യജിക്കാനുള്ള ഒരു മനസ്ഥിതി വരും. അതൊന്ന് പിന്തിരിയാൻ തുടങ്ങും. അപ്പോൾ ശീലിച്ചു. അപ്പം ഏകാദശി ദിവസം ഏകാദശി നോൽക്കുകയാണ്. അപ്പം അറിയാം എന്നെനിക്ക് ഭക്ഷണം കിട്ടാൻ പോണില്ല. അപ്പം അന്ന് അത് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടില്ല. ആദ്യം മനസ്സ് അങ്ങോട്ട് പോവും. പക്ഷെ പതുക്കെ 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 മനസ്സിനെ അറിയാം നമ്മൾ എന്ത് ശീലിപ്പിക്കണം അതാണ് നമ്മുടെ മനസ്സ് പഠിക്കുക. അപ്പം അങ്ങനെ അതിന്ന് പതുക്കെ പതുക്കെ ആ രസവർജമാവും. അതിന്ന് പിന്തിരിയും. ആ രസങ്ങളിൽ നിന്ന് അഥവാ ഈ വിഷയ സുഖങ്ങളിൽ നിന്ന് അത് പിന്തിരിയും. അസ്യ രസ പരം ദൃഷ്ട. അപ്പം ആ സമാധിയിലെ സുഖാണ് ഈ രസങ്ങളെക്കാളൊക്കെ ആനന്ദം തരുന്നത് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവും. അപ്പം ആ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള വ്യക്തി ആയിട്ടില്ലായിരുന്നെങ്കിലും അത് പതുക്കെ 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 അതിൻ്റെ ഒരു പരിശീലനം കൊണ്ട് അതിന് എന്ത് മനസ്സിലാവും, ഈ സമാധി ഭഗവാനായിട്ടുള്ള ആ ഒരു ഒത്തുചേരൽ, അത് ചിലപ്പോൾ ഒരു സെക്കൻഡിന് ആദ്യമായിരിക്കാം, ഒരു മിനിറ്റിനായിരിക്കാം. അപ്പം അതിലത്തെ സുഖം ആണ് എന്നേക്കുമുള്ള ആ സുഖത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ, സമാധാനം അല്ലെങ്കിൽ ആ സുഖം വേറെ എവിടെയും കിട്ടില്ല എന്ന് ആത്മാവിന് മനസ്സിലാവും. അപ്പം ആ 1 മിനിറ്റിൻ്റെ സമാധി സുഖം 2 മിനിറ്റിനാവും, പിന്നെ 3 മിനിറ്റിനാവും, പിന്നെ നിർവികൽപ്പ സമാധി വരെ എത്താൻ സാധിക്കും. അപ്പം ആ സമാധിയിലെ സുഖമാണ് ശ്രേഷ്ഠമായത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് മറ്റ് വിഷയങ്ങളിൽ നിന്ന്, മറ്റ് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിയണു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നിടത്തോളം കാലം പൂർണ്ണമായ ഭക്തി സാധിക്കില്ല. പക്ഷേ അനുഷ്ഠാനങ്ങൾ വഴി ക്രമേണ മനസ്സിനെ ശീലിപ്പിച്ചാൽ ആ ആത്മാവിന് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നും എത്രയോ മടങ്ങ് അധികമാണ്, അല്ലെങ്കിൽ അതിലും എത്രയോ മടങ്ങ് ദിവ്യമാണ്, ശ്രേഷ്ഠമാണ് ആ സമാധിയുടെ സുഖം എന്ന് മനസ്സിലാവും. അപ്പം ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിന്മാറിയിട്ട് സമാധി സുഖത്തിലേക്ക് അത് ഒത്തുചേരാൻ ഇഷ്ടപ്പെടും. അപ്പം അതിനെന്ത് വേണം, നമ്മുടെ ഇന്ദ്രിയ വ്യാപാരങ്ങളെ നന്നാക്കണം. എന്ത് വേണം? അതൊരു ദിവസം കൊണ്ട് പെട്ടെന്ന് നടക്കണതല്ല. അതിന് ആചാരങ്ങൾ നമ്മുടെ സാത്വികമാവണം. ആചാരം, വിചാരം, പിന്നെ നമ്മുടെ വിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ദിനചര്യകൾ ഒരു നിഷ്ഠയോട് കൂടിയതാവണം. തോന്നുമ്പോൾ കുളിച്ചില്ലെങ്കിൽ കുളിക്കുക വേണ്ട, എന്തെങ്കിലുമൊക്കെ കഴിക്കുക, 4 ദിവസം മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചത് കഴിക്കുക. ഇതൊന്നും കഴിച്ചാൽ സ്ഥിതപ്രജ്ഞനാവാൻ ആർക്കും സാധ്യമല്ല. അപ്പം ആചാര വിചാര വിഹാരങ്ങൾ അഥവാ ദിനചര്യ, പിന്നെ ആഹാരം, യഥാ അന്നം തഥാമനം. ശുദ്ധമായ സാത്വികമായ ഭക്ഷണമാണോ ആ വ്യക്തിയുടെ ജീവിതചര്യയും അത് കഴിഞ്ഞ് അതുമാതിരി. അപ്പോൾ വിചാരം നല്ലതാവും, അപ്പോൾ ആചാരങ്ങളും നല്ലതാവും. അപ്പോൾ ആഹാരം സാത്വികമാവണം. പിന്നെ വ്യാപാരം എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ തൊഴിൽ, എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാണ്ട് ഇവിടെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ പറ്റില്ല അല്ലേ. ഒരു മനുഷ്യ ജീവിക്കുമ്പോൾ ഒരു തൊഴിലും ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റും. അപ്പം ആ തൊഴിലും സാത്വികമാവണം. ആ സാത്വികമായ തൊഴിലിൽ നിന്നുണ്ടാവണ സമ്പത്ത് കൊണ്ടുള്ള ഭക്ഷണമാകുമ്പോൾ അത് സാത്വികമായ ആഹാരമായി. അപ്പം സാത്വികമായ ആഹാരമാവുമ്പോൾ ദിനചര്യകൾ സാത്വികമാവും. അപ്പം സാത്വികമായിട്ടുള്ള ആഹാരം ദിനചര്യ ആവുമ്പോൾ എന്തുണ്ടാവും, വിചാരങ്ങൾ സാത്വികമായി വരും. അപ്പം ദിനചര്യയും വിചാരം സാത്വികമാവുമ്പോൾ ആചാരങ്ങൾ, ഓരോ വ്യക്തിക്കും അതിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളും സാത്വികമാവും. ഇതെല്ലാം നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കാൻ അല്ലെങ്കിൽ ആ സമാധിയിലേക്ക് എത്താനുള്ള വഴി സുഗമമാക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്.
യതദോഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിത ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മന. ഹേ കുന്തി പുത്ര, പ്രത്യേകം എടുത്ത് പറയാണ് ഭഗവാൻ, നിന്റെ മാതാവ് കുന്തിയാണ്, നീ കുന്തിയുടെ പുത്രനാണ്. കാരണം ജീവിതകാലം മുഴുവൻ ഒരു ബ്രഹ്മചാരിണിയെ മാതിരി ഭഗവത് സേവ മാത്രം ചെയ്ത് തൻ്റെ പുത്രന്മാരെ വളർത്തലിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വിപരീത പരിസ്ഥിതികൾ ജീവിതത്തിൽ ഇഷ്ടം പോലെയായിരുന്നു. ജനിച്ചപ്പോൾ മുതൽക്ക് ആ വിപരീത പരിസ്ഥിതികളെ അനുഭവിച്ച ഒരു സ്ത്രീയാണ് കുന്തിദേവി. കുന്തിദേവിയുടെ കഥകൾ അറിയാത്തവരുണ്ടാവില്ല അല്ലേ. ജനിച്ചപ്പോൾ പിതാവ് ആ കുന്തിഭോജന് ദാനം ചെയ്തു അല്ലേ. ആ ശൂരസേനായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ പിതാവിൻ്റെ പിതാവായിരുന്നല്ലോ, വസുദേവരുടെ സഹോദരിയാണ് കുന്തിദേവി അല്ലേ. അപ്പം ആ മൂത്ത പുത്രിയെ തൻ്റെ മിത്രമായിട്ടുള്ള കുന്തി ഭോജനം ദാനം ചെയ്തു. സന്താനങ്ങളില്ലാണ്ട് ദുഃഖിക്കായിരുന്നു, തൻ്റെ മിത്രത്തിന് ദാനം ചെയ്തു. അപ്പം ജനിച്ച ഉടനെ തന്നെ പറഞ്ഞതേ ആ അന്യഗ്രഹത്തിൽ പോണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ബാലികയാവുമ്പോൾ തന്നെ ആ സൂര്യദേവൻ ഒരു പുത്രനെ കിട്ടി. അതിനെ ജലത്തിൽ ഒഴിക്കേണ്ടി വന്നു. ആ വേദന മുഴുവനും ഹൃദയത്തിൽ സൂക്ഷിച്ചു. ആ അവസാനം വരെ പറഞ്ഞതിയെ സൂക്ഷിച്ചു. അത് ഒരിക്കൽ പറഞ്ഞു യുധിഷ്ഠിരൻ്റെ അടുത്ത് ആ കർണൻ്റെ ആ ക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ രഹസ്യം പുറത്തു വന്നു. ഭാഗവതം പറയേണ്ടത്, മഹാഭാരതവും പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞു. എന്നും ഏകാന്തമായിട്ട് ഭർത്താവിൻ്റെ കൂടെ വിവാഹം കഴിഞ്ഞു എന്നല്ലാണ്ട് ഒരു ദാമ്പത്യ ജീവിതം ആ സ്ത്രീ അനുഭവിച്ചിട്ടേ ഇല്ലായിരുന്നു. സപത്നിയായിട്ട് മാദ്രി കൂടെ കൂട്ടി നിന്നിട്ട് മാദ്രിക്കും കൂടി തൻ്റെ ആ അനുഗ്രഹം അല്ലെങ്കിൽ തൻ്റെ ആ വരദാനം പങ്കുവയ്ക്കാൻ തയ്യാറായി. ആ മാതിരിയുടെ 2 പുത്രന്മാരെ സ്വന്തം പുത്രന്മാരെക്കാളും ലാളിച്ച് വളർത്തി. ആ അത്രയും നിഷ്പക്ഷയായിട്ട് അല്ലെങ്കിൽ നിർലേപയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു കുന്തി. ആ കുന്തിയുടെ പുത്രനാണ് നീയെ. അപ്പം അതിൻ്റെ ഒരു കാണിക്കണം, നീയെ അതിൻ്റെ ഒരു ഗരിമ നീ കാണിക്കണം. യതത അഭി, യത്നിക്കുന്നവനായാലും വിപശ്ചിത, അത് തിരിച്ചറിയാൻ കഴിവുള്ള പുരുഷന് മന, ഇതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കുന്നത് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അതിന് വളരെയധികം പ്രയത്നിക്കുന്നുണ്ടെങ്കിലും അതിനെ തിരിച്ചറിയാൻ കഴിവുള്ള പുരുഷന്മാർ കുറവാണ് അല്ലേ. എപ്രകാരം പ്രവർത്തിച്ചാലാണ് ഭഗവത് പ്രാപ്തി കിട്ടുക, ഇതും ശരിക്കുള്ള വഴി അറിയാൻ കുറച്ച് പ്രയാസമാണ്. അപ്പം അങ്ങനത്തെ ആ മനസ്സിനെ എന്തുകൊണ്ട് എനിക്ക് ഭഗവത് പ്രാപ്തി സാധ്യമല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കണം, എൻ്റെ മനസ്സ് ഒരു പ്രമാദിയാണ്. പ്രമാദി എന്ന് പറഞ്ഞാൽ 2 എണ്ണം, ഒന്ന് പ്രമാദി, ഒന്ന് പ്രമാധി. പ്രമാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയുടെ ദ. പ്രമാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അലസനായ മനസ്സിനും ഭഗവാനെ കിട്ടില്ല. പിന്നെ പ്രമാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധ, പ്രഥമയുടെ ധ. ആ ധയാവുമ്പോൾ എന്താണ്, അത് ക്ഷോഭകാരിയാണ്, പ്രക്ഷോഭകാരിയാണ്. മനസ്സ് എപ്പം നോക്കിയാലും ഉദ്വിഗ്നമായിട്ടിരിക്കും, അത് ക്ഷോഭിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ 2 മനസ്സുകൊണ്ടും ഭഗവത് പ്രാപ്തി കിട്ടില്ല. അപ്പം എത്ര യത്നിച്ചിട്ടും എനിക്ക് ഭഗവാനെ പ്രാപ്തി ചെയ്യാൻ എൻ്റെ മനസ്സ് എന്താണ് ശാന്തമാവാത്ത, സമാധിയിലെത്താത്ത എന്ന് ഒരു വ്യക്തി വിചാരിക്കുകയാണെങ്കിൽ അപ്പം ഇതെന്താണ് കാരണം എന്ന് മനസ്സിലാക്കിയാൽ മതി. എൻ്റെ മനസ്സ് അലസനാണോ അതോ എൻ്റെ മനസ്സ് പ്രക്ഷോഭകാരിയാണോ? അപ്പം ഇന്ദ്രിയാണി പ്രസഭം ഹരന്തിഹി. അപ്പം ആ ഇന്ദ്രിയങ്ങളെ മനസ്സ് ബലാത്കാരമായിട്ട് കവർന്നെടുക്കും, അല്ലെങ്കിൽ മനസ്സ് ഇന്ദ്രിയങ്ങളെ ബലാത്കാരമായിട്ട് കവർന്നെടുക്കും. രണ്ടുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇന്ദ്രിയങ്ങൾ ആ മനസ്സിന് താല്പര്യം ഇല്ലെങ്കിലും ആ ഇന്ദ്രിയങ്ങളെ എനിക്ക് കൊണ്ടുപോകും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ആ മനസ്സ് ഇന്ദ്രിയങ്ങളെ നിർബന്ധമായിട്ട് കൊണ്ടുപോകും. എവിടേക്ക് കൊണ്ടുപോകണു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഭഗവാൻ പറയാണ് അർജുനനോട്, ഒന്ന് ജാഗ്രതപ്പെടുത്തും കൂടിയാണ്. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തതാണ് അർജുന. ഇന്ദ്രിയങ്ങൾക്ക് അടക്കമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിന് അടക്കമില്ലായാണ് കൂടുതൽ. ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ ഉത്സാഹിപ്പിക്കണം തന്നെ ആരാണ്? മനസ്സാണ്. അപ്പം ഇന്ദ്രിയങ്ങളെ അടക്കമില്ലാത്തതാണ്, അതിന് നല്ല കരുത്തുമുണ്ട്, നല്ല ശക്തി കൂടിയതാണ്. ആ ഇന്ദ്രിയത്തിന് ഒരു വിഷയം അനുഭവിക്കണം പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവരത് പ്രക്ഷുബ്ധമായിരിക്കും, പ്രമാദിയായിരിക്കും. അപ്പം അതുമാതിരി മനസ്സിനൊരു വസ്തു വേണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കൂട്ടാക്കില്ല, പ്രക്ഷുബ്ധമാവും. അപ്പം ഇത് 2 അവസ്ഥയും പ്രമാദവും 2 അപകടകാരിയാണ്. അപ്പം ആ ഇന്ദ്രിയങ്ങളാണെങ്കിലോ അത് വളരെയധികം കരുത്തുള്ളവയാണ്.
അച്ചടക്കമില്ലാത്തവയുമാണ്. അതിനാൽ അവയെ നിയന്ത്രിക്കാൻ മനസ്സിൻ്റെ ആവശ്യകത വേണം, അല്ലേ? മനസ്സ് കൺട്രോളിലായാൽ വേണം ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മനസ്സിനെ അവൻ എത്ര വിവേകിയാണ് എങ്കിൽ പോലും ചിലപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. നമുക്ക് അതിനുള്ള ഒരു ഉദാഹരണമൊക്കെ ഉണ്ട്, അല്ലേ? വിശ്വാമിത്രൻ എത്ര കാലം ഇരുന്നിട്ട് തപസ് ചെയ്തു. വലിയ വലിയ ഋഷികളും മുനികളും ദേവന്മാരും ഒക്കെ അങ്ങനത്തെ ഇതിൽ പെട്ടിട്ടുള്ളവരാണ്. അപ്പം ആ ഒരു ചിലങ്കട ശബ്ദം കേട്ടു, ആ ഇന്ദ്രിയം ആ മനസ്സിനെ അങ്ങോട്ട് വലിച്ചുകൊണ്ട്, മനസ്സ് ഭഗവാനിൽ ലയിച്ചിരിക്കണം. ഇവിടെ ഇപ്പം മനസ്സ് വളരെയധികം പ്രബലനായിട്ടും കൂടി എന്നിട്ട് ആ പ്രമാദിയായിട്ടുള്ള ചെവി, ആ ചെവിയിലത്തെ ആ ശബ്ദമാണ് മനസ്സിനെ, ഭഗവാൻ ലയിച്ച മനസ്സിനെ ആ മേനകട കാൽ ചെലമ്പിൻ്റെ ശബ്ദത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പം അങ്ങനെ അതാ ചിലപ്പം ഇന്ദ്രിയങ്ങളെ മനസ്സ് കൊണ്ടുപോകണു, മനസ്സിനെ ഇന്ദ്രിയം കൊണ്ടുപോകണു. പക്ഷേ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഈ ഇന്ദ്രിയങ്ങൾ അത്യന്തം കരുത്തുള്ളവയാണ്. അവർക്ക് അച്ചടക്കം ഇല്ല. അത് കാരണം അവ ബലാത്കാരേണ വിഷയങ്ങളിലേക്ക് മനസ്സിനെ വലിച്ചു കൊണ്ടുപോകും എന്നാണ് ഇവിടെ. അത് കാരണം വളരെ ജാഗ്രതയായിട്ടിരിക്കണം. ആ യോഗി വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണം. അല്ലെങ്കിൽ എപ്പോഴാണ് കയ്യിൽ നിന്ന് മനസ്സ് പോവുക, ആ ഭഗവത് പ്രാപ്തി നേടി ആ കയ്യിൽ നിന്ന് അത് പോയി, അങ്ങനെയാവും. പിന്നെ വീണ്ടും ദമം, ശമം, നിയമം, ആസനം, പ്രത്യാഹാരം, പ്രാണായാമം തുടങ്ങിയിട്ടല്ല എല്ലാം ചെയ്യേണ്ടി വരും. പ്രജ്ഞാനിയായിട്ടുള്ള പലർക്കും, ഋഷികൾക്കും ദേവന്മാർക്ക് വരെ അങ്ങനത്തെ വലിയ വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഭഗവാൻ പറയണത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.